അടിപൊളി പടമായിരുന്നു. കാരണം അതായത് നമുക്ക് കണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു നെഞ്ചിലൊരു വിങ്ങലുണ്ടാവുന്ന പോലത്തെ ഒരു സൂപ്പർ മൂവി തന്നെയായിരുന്നു. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ആയാലും ബ്രസി സാറിൻ്റെ ആയാലും നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ ഫിലിം ചെയ്തേക്കുന്നത്. അത്രയ്ക്ക് നല്ല അടിപൊളി മൂവിയാണ്. വായിച്ചിട്ടുണ്ട്. ഒരു 100% നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് നന്നായിട്ട് അത് എടുത്തിട്ടുണ്ട്. നമുക്ക് അത് ഇപ്പോൾ ഓരോ സീനായപ്പോൾ നമുക്ക് ആ ബുക്കിൽ വായിക്കുന്ന അതേ ഒരു ഫീൽ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ നമുക്കിത് കാണുമ്പോഴത്തേക്ക് നമുക്ക് അത്രയ്ക്ക് അത് ഫീൽ നമുക്ക് അതിൽ കിട്ടും. കാരണം പൃഥ്വിരാജ് സാറായാലും ബ്രസി സാറായാലും അവർ അടിപൊളിയായിട്ട് ഇത്രയും വർഷത്തെ അവരുടെ കഷ്ടപ്പാട് നമുക്കിത് കണ്ടിറങ്ങും, നമുക്ക് അത് ഫീൽ ചെയ്യും, നമുക്ക് ഉള്ളിൽ അത് കിട്ടും. അത്രയ്ക്ക് അടിപൊളി. മലയാള സിനിമയുടെ ഒരു ഫേസ് മാറ്റുമെന്നുള്ളൊരു അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ നമുക്കത് അടിപൊളി മൂവിയാണ്. നമുക്കത് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഫീൽ എല്ലാവർക്കും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാവരും മുഖത്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റും. അത്രയ്ക്ക് ഒരു ഫീല് നമുക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഫേസ് മാറ്റോ എന്ന് പറയാനുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഫിലിം എല്ലാവർക്കും ഒരു ഇതുണ്ടാവില്ല. രാജുവിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഓരോ സീനും അതിൽ ഓരോ സീനും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് അത്രയ്ക്ക് ഫീലാവും. അത്രയ്ക്ക് അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. അദ്ദേഹം അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രാജുവേട്ടൻ്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ അയ്യോ അങ്ങനെ സീനുണ്ട് ഇതില്. നമുക്കത് കാണുമ്പോൾ നമുക്ക് ഫീലല്ല, നമുക്കത് ഒരു ഇതാവും. കാരണം അദ്ദേഹം ബോഡി കാണിക്കുന്ന ഒരു സീനുണ്ട് അതിൽ. നമുക്ക് ആ സമയം നമുക്ക് രാജുവേട്ടൻ അങ്ങനെ കാണും, നമുക്ക് പെട്ടെന്ന് വല്ലാത്തൊരു ഫീൽ നമുക്ക് അതിലുണ്ടാവും. കാരണം ആ ഒരു ഫുൾ സീൻ കാണും നമുക്ക് വല്ലാത്തൊരു ഫീൽ നമുക്ക് വരും. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ച് ഡ്യൂറേഷൻ, അവിടെയാണ് കഥ മെയിനായിട്ട് നടക്കുന്നത്. നമുക്ക് പോലും അവിടെ ഇരുന്നിട്ട് ടെൻഷൻ ബിൽഡ് ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഓക്കെ പൃഥ്വിരാജ്, ബ്ലസ്സി, എ.ആർ. റഹ്മാൻ, അതല്ലാതെ ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടർ എന്താ? അങ്ങനെ വെച്ച് സിനിമാറ്റോഗ്രാഫി ഞാൻ പറയും. ഇതിൻ്റെ വിഷ്വൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഗംഭീരം. നമ്മൾ ആ ബുക്ക് വായിക്കുന്ന ഒരാൾക്ക് എന്താണോ മനസ്സിൽ വരുന്നത് അത് അതേപോലെ വിഷ്വലൈസ് ചെയ്യാൻ സിനിമാറ്റോഗ്രാഫിക്കും മറ്റു കാര്യങ്ങളും പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പുസ്തകമാണോ സിനിമയാണോ ഒരു തൊട്ട് മുകളിൽ നിൽക്കുന്നത്? അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലർക്ക് ചില പുസ്തകമായിരിക്കും, ചിലർക്ക് പടമായിരിക്കും, പറയാൻ പറ്റില്ല. നമുക്ക് ബുക്കിനുള്ള ഫാൻ ബേസ് ആയിരിക്കുമല്ലോ സിനിമയ്ക്ക്, രണ്ടും ഡിഫറൻ്റ് അല്ലേ. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. ബട്ട് ബുക്ക് വായിക്കുന്ന ഒരാൾക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിരാശ എന്ന് പറഞ്ഞ സാധനം അടുത്തേ വരത്തില്ല. കാരണം അത്ര മനോഹരമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഗംഭീരമാണ്.